ഹലോ ഡിയർ നഴ്സസ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മെയ് 12-ാം തീയതി ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, കെയറിംഗ് ഫോർ നഴ്സസ് സ്ട്രെങ്തൻസ് എക്കണോമി എന്നതാണ് ഈ വർഷത്തെ തീമായിട്ട് ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് നഴ്സസ് എടുത്തിരിക്കുന്നത്. തീമിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ ലോകത്തെ എക്കണോമിയെ താങ്ങി നിർത്തുന്നത് നഴ്സുമാരാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ നഴ്സസ് ഗ്ലോബൽ കോൺട്രിബ്യൂഷന് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ സിലബസ് ഈയിടെ പരിഷ്കരിച്ചത് ഗ്ലോബൽ നഴ്സിംഗ് രംഗത്ത് നമ്മുടെ ഇന്ത്യൻ നഴ്സസിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ആ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും നഴ്സിംഗ് സ്റ്റുഡൻസിന് വ്യാപൃതരാകാനും അങ്ങനെ ഒരു നല്ല നേഴ്സ് എന്നതിലുപരി ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയി, ഒരു എംപത്തറ്റിക് നേഴ്സായി നമുക്ക് ലോകത്തിന് സേവനം ചെയ്യാനും ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ ഇത് സഹായിക്കുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും ഈ നഴ്സസ് ഡേയിൽ ഒരുമിച്ച് പറയാം, പ്രൗഡ് ടു ബി എ നഴ്സ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രാർ എന്ന നിലയിൽ ഏകദേശം 13,000-ഓളത്തിലധികം നഴ്സിംഗ് സ്റ്റുഡൻസിന് പ്രൈമറി രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. 3,000-ഓളം റെസിപ്രോക്കൽ രജിസ്ട്രേഷൻസ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഏകദേശം 35,000-ഓളം വെരിഫിക്കേഷൻസ് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കേരള നഴ്സസിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ്. അതിൽ ഒരു നഴ്സ് എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. സോ ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ. താങ്ക് യു.